നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ഒഫീഷ്യലായിട്ട് തന്നെ റയൽ മാഡ്രിഡ് ഇറങ്ങിയിരിക്കുന്നു. റോഡ്രിയെ വേണം. ഇതുവരെ കുറേ റൂമറുകൾ നീക്കം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നു. റോഡ്രിയെ വേണം, തുകയും പറഞ്ഞിരിക്കുന്നു. നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ തന്നെ ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിടുന്നു. റയൽ മാഡ്രിഡ് ഹാവ് അപ്രോച്ച്ഡ് മാഞ്ചസ്റ്റർ സിറ്റി ഫോർ റോഡ്രി ഫോർ ദി ഫസ്റ്റ് ടൈം. യെസ്, ഇതുവരെയുള്ള റൂമറുകളും കോലാഹലങ്ങളും ഒക്കെ നടന്നു. ഇതാദ്യമായിട്ട് ഫസ്റ്റ് ടൈം റയൽ മാഡ്രിഡ് റോഡ്രിക്കായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ സമീപിച്ചിരിക്കുന്നു. നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള വെർബൽ ഡിസ്കഷൻ ആരംഭിച്ചിരിക്കുന്നു. ഫ്ലോറന്റീനോ പെരസ് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു ഡീലിന് വേണ്ടി. കുറേ മാസങ്ങളായിട്ട് അദ്ദേഹം ഈ ഒരു സംഭവത്തിന് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഡോർ ഓപ്പൺ ചെയ്തിരിക്കുന്നു. റിയൽ ഇൻഡിക്കേറ്റ് ദേ ആർ റെഡി ടു സ്പെൻഡ് ഓവർ 50 മില്യൺ യൂറോ. അതാണ് ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട്. അതായത് 50 മില്യൺ യൂറോയിലധികം താരത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്ന് റയൽ മാഡ്രിഡ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. അതേസമയം സ്പാനിഷ് മാധ്യമങ്ങൾ കുറച്ചുകൂടി വിവരങ്ങൾ ഈ കാര്യത്തിൽ നൽകുന്നുണ്ട്. അതിൽ പറയുന്നത് ഫ്ലോറന്റീനോ പെരസ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നീക്കത്തിനായിട്ട് ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറന്റീനോ പെരസ് അദ്ദേഹത്തിൻ്റെ മൈൻഡ് മാറ്റിയിരിക്കുന്നു. സോഴ്സസ് സേ ഹി വാസ് നോട്ട് ഹാപ്പി റോഡ്രി വാസ് ലിങ്ക്ഡ് ടു എൻറിക്കെ റിക്വൽമി ബട്ട് ഹാസ് നൗ ഗിവൺ ദി ഗോ അഹെഡ് ഫോർ ദി ഡീൽ എന്ന് തന്നെയാണ് വിവരം. അതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡ് വെർബലി 60 മില്യൺ യൂറോ, എറൗണ്ട് 60 മില്യൺ യൂറോ കൊടുക്കാം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50 മില്യൺ യൂറോ, എറൗണ്ട് 60 മില്യൺ യൂറോ, 50ലധികം കൊടുക്കാം, 60 മില്യൺ വരെയൊക്കെ ആവാം എന്ന നിലപാടാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് അറിയിച്ചിരിക്കുന്നതെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇതിനൊരു മറുഭാഗം കൂടിയുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി നേരെ എങ്ങിതാ 50 മില്യൺ പകരം റോഡ്രിയെ തരാമെന്ന് പറയില്ല. മാഞ്ചസ്റ്റർ സിറ്റി ആർ ലൈക്ലി ടു ആസ്ക് ഫോർ മോർ മണി. കൂടുതൽ പണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ദേ വാണ്ട് ടു സീ ഇഫ് മോർ ക്ലബ്സ് ജോയിൻ ദി റേസ്. അതുകൂടി അവർ നോക്കുന്നുണ്ട്. കൂടുതൽ ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി രംഗത്ത് വരുമോ എന്നുള്ളത് കൂടി അവർ നോക്കുന്നു. അതൊരു നെഗോസിയേഷൻ തന്ത്രമാണ്. PSG താരത്തിൽ താല്പര്യമുണ്ടെന്നും ബാഴ്സലോണ മാഞ്ചസ്റ്റർ സിറ്റിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ നമ്മൾ കേട്ടതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഇൻഫ്ലേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇൻഫ്ലേഷണറി ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഡയമണ്ടിയുടെ കാര്യത്തിൽ PSG അനോയിഡാണ്. അതുകൊണ്ട് അവരിവിടെ ഇതിൻ്റെ അമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എനിവേ, റയൽ മാഡ്രിഡ് ആരാധകർക്ക് ഇത് സന്തോഷ വാർത്തയാണ്. റോഡ്രിക്ക് വേണ്ടി റയൽ ഒഫീഷ്യലായിട്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.